എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുട്ടൂസും ചേട്ടനൊക്കെ ജോലിക്ക് പോയി, കുട്ടൂസ് ക്ലാസ്സിൽ പോയി. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, ഞാനിനി ക്ലാസ്സിലേക്ക് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് എൻ്റെ ഇവിടെ ജർമ്മൻ ക്ലാസ്സിന് ഞാൻ പോയി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തിന് മേലെയായി. ക്ലാസ് കഴിഞ്ഞു. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ, ഇന്നാണ് ലാസ്റ്റ് ഡേ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട എല്ലാവരും, മിസ്സും എല്ലാവരും ചേർന്നിട്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഞങ്ങളുടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ഇതുപോലെയൊക്കെ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിനി ഇത് ഓർക്കാനൊക്കെ ഇതുപോലെ വീഡിയോസൊക്കെ ഇട്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതല്ലാതെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഡേ ഇൻ മൈ ലൈഫും ചോദിക്കാറുണ്ട് ചെയ്യുമെന്ന്. അപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും വീട്ടിലത്തെ ഇതല്ലാണ്ട് വേറെ ഒന്നും കാണിക്കാനില്ലാത്ത കാരണമാണ് ഞാൻ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് എടുക്കാൻ ഇഷ്ടമില്ലാത്തത്. അത് തന്നെ വീട്ടിലത്തെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി കാണാമല്ലോ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുറത്ത് പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഡേ ആണ്. സന്തോഷമല്ല, സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ സങ്കടമുണ്ട്. അപ്പോൾ ഇന്നലെ എല്ലാവരും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇന്ന് ലാസ്റ്റ് അല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിൽ കുറേ പേരിനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ നമ്മുടെ ഇസബെല്ലൊക്കെ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും നമുക്കറിയാമല്ലോ, നമ്മൾ നാട്ടിലായാലൊക്കെ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ ഒരു വർഷം 2 വർഷമൊക്കെ ഒരു ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഇത് അവസാനിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരമാണ് ക്ലാസ് ഉണ്ട് ഞങ്ങൾക്ക്. ക്ലാസ് 4:30 തീരും. ഇന്ന് കുറച്ച് നേരത്തെ തീരും. 4:30 കഴിഞ്ഞിട്ട് പിന്നെ 5 മണിക്കാണ് ഞങ്ങൾ പോകുന്നത് ഒരുമിച്ച്. അവിടെ നിന്ന് തന്നെയാണ് പോണേ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം എന്തായാലും നമുക്ക് വേഗം പോയിട്ട് ഫുഡ് കഴിക്കാം. നമുക്ക് ഒരുമിച്ച് പോകാം ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ദോശയാണ്. ഞാൻ ഇന്നലെ തന്നെ, ഇപ്പം നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ ഇന്നലെ തന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ദോശ ഉണ്ടാക്കാം. മാവൊക്കെ ഇതേപോലെ സെറ്റാണ്. ഇപ്പോൾ കാലത്ത് ഉച്ചയ്ക്ക് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ ഞാൻ മുട്ടക്കറീനെക്കാട്ടും എനിക്ക് ഈ ചട്നിപ്പൊടി ഇടാനാണ് ഇഷ്ടം. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. നമുക്ക് മുട്ടക്കറിയിൽ നിന്ന് ഒരു കഷ്ണം മുട്ട ഇടുക. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അതിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റെ ക്ലാസ്സിൽ 7 പേരാണ് ആകെ ജയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെൻ്റെ അടുത്ത് കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫെയിലായിട്ടുള്ള ആൾക്കാർ ഇനി എങ്ങനെയാണ് പഠിക്കുക, ഇനിയും അവിടെ തന്നെ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ്റഗ്രേഷൻ കോഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫെയിലാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെ തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ 1 മോഡ്യൂളോ 2 മോഡ്യൂളോ നമ്മുടെ അടുത്ത് മിസ്സ് പറയും, നിങ്ങൾ നമ്മുടെ മാർക്ക് നോക്കും. നമ്മുടെ മാർക്ക് നോക്കിയിട്ട് നമുക്ക് എത്രയ്ക്ക് മാർക്ക് കുറവുണ്ട്, എത്ര മോഡ്യൂൾ ഇനിയും നമ്മൾ പഠിക്കണം. ചിലവരുടെ അടുത്ത് പറയും A2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയും. ചിലവരുടെ അടുത്ത് പറയും A2 കഴിയാറാകുമ്പോൾ തൊട്ടൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മാർക്കും കൂടി നോക്കിയിട്ടാണ് അങ്ങനെ നമ്മുടെ അടുത്ത് മിസ് നമ്മളോട് ഇങ്ങനെ പറയും, നിങ്ങൾ ഇത് തൊട്ടിരിക്കുക എന്ന് പറയും മാർക്ക് നോക്കിയിട്ട്. അതുപോലെ നമുക്ക് 1 മാസമോ 2 മാസമോ നമുക്ക് ക്ലാസ് പിന്നെയും ഉണ്ടായിരിക്കും. പിന്നെ അതിനുശേഷം 2-3 മാസം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എക്സാമും കൂടി ഉണ്ടായിരിക്കും ഇതുപോലെ. അപ്പോൾ അതിൽ നമുക്ക് എക്സാം എഴുതിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരുന്നു, ഇപ്പം നമ്മളിവിടെ പഠിക്കുമ്പോൾ, ഇവിടെ ജർമ്മനിയിൽ നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ, അപ്പോൾ ഞാനതുപോലെ പറഞ്ഞിരുന്നു ഇൻ്റഗ്രേഷൻ കോഴ്സ് ഇവിടെ നമ്മൾ ജർമ്മനിയിൽ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും നമ്മളിവിടെ ഓറിയൻറ്റേഷൻ കോഴ്സ് നമ്മൾ ചെയ്യണം. അതടക്കമാണ് ഈ B1 വരെ ഈ ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്. ഈ സ്പൗസൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇൻ്റഗ്രേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യണത് B1 വരെ, A1 തൊട്ട് B1 വരെ പ്ലസ് ഈ ഓറിയൻറ്റേഷൻ കോഴ്സ്. അത് ഒരു പാക്കേജ് പോലെയാണ്. അപ്പോൾ നമ്മൾക്ക് അത് പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അത് നമുക്ക് വേണ്ട, പൊളിറ്റിക്സ് ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് അത് നമുക്ക് എക്സാം ഉണ്ട് അതിന്.
അപ്പോൾ അതൊന്നും പഠിക്കണ്ടെന്ന് വിചാരിച്ച് നമുക്കങ്ങനെ വിടാൻ പറ്റില്ല. ഞങ്ങളത് മിസ്സിനോട് ചോദിച്ചായിരുന്നു, വെറുതെ ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ B1 എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ 1-1.5 മാസമായിട്ട് ഞങ്ങൾക്ക് ഈ പൊളിറ്റിക്സിൻ്റെ ക്ലാസ് ആണല്ലോ, ഈ ഓറിയൻറ്റേഷൻ കോഴ്സ് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മെയ് ലാസ്റ്റ് വരെ, മെയ് 22-ാം തീയതിയാണ് എക്സാം. ഇന്ന് ലാസ്റ്റ് ഡേ ക്ലാസ് ആണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്കിനി ലീവ്, 3-4 ദിവസം ലീവ് കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഞങ്ങൾ എക്സാമാണ് എഴുതാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എക്സാം എഴുതാണ്ടിരിക്കാൻ പറ്റില്ല, അത് നിർബന്ധമാണ്. അതും ഇൻ്റഗ്രേഷൻ കോഴ്സ് ചെയ്യുന്നവർക്ക്. അല്ലാതെ പ്രൈവറ്റായിട്ട് ഇപ്പോൾ ഒരു ഇതിൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ പഠിക്കുന്നവർക്ക് ഈ ഓറിയൻറ്റേഷൻ കോഴ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ്റഗ്രേഷൻ കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓറിയൻറ്റേഷൻ കോഴ്സ് എന്തായാലും നമ്മൾ ചെയ്യേണ്ട വരും, നിർബന്ധമാണ്. കാരണം ഞാൻ B1 ജയിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വെച്ചാൽ കയ്യോടെ B2 അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അന്വേഷിച്ചു. അപ്പം മെയ് 15-ാം തീയതി 16-ാം തീയതി ഒക്കെ ആയിട്ട് ഓരോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ ഉച്ചയ്ക്കാണ് ഇപ്പോൾ പോണ പോലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ മിസ്സിനോട് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട്, അപ്പോൾ ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ മിസ്സ് പറഞ്ഞു അത് പറ്റില്ല, ഇതും കൂടി നിങ്ങൾ എഴുതിയെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ കോഴ്സ് എങ്ങനെയാണ് ഇവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ സ്കൂളിലാണ് നമുക്കിതുപോലെ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുക, ഹാഫ് എമൗണ്ട് തരിക എന്നുള്ളതൊക്കെ കുറേ സംശയങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇതിൽ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ലെങ്തി ആയിട്ട് പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് വേറൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം, എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട്. ഈ ഓറിയൻറ്റേഷൻ കോഴ്സിന് നമുക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിനൊരു 33 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരിക്കുക. അതിൽ നമ്മൾ 17 എങ്കിലും ആക്കണം. 17 നമ്മൾ കറക്റ്റ് ആക്കണം. അത് ഇതുപോലെ നമുക്ക് ഓപ്ഷൻസ് തരും, ABCD എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ കാണാപ്പാഠം പഠിക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട. ABCD എന്ന് നമ്മൾ മാർക്ക് ചെയ്താൽ മതി, ഏതാണ് ആൻസർ എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു 300-something ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി ഒരു ആപ്പ് ഉണ്ട്, അത് നമുക്ക് തന്നിട്ടുണ്ട് മിസ്സ്. അപ്പോൾ അത് നമുക്ക് ക്ലാസ് തുടങ്ങണം അപ്പോളെ പൊളിറ്റിക്സ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലേ നമുക്ക് തന്നു, ഡെയിലി 10-20 വെച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അറിയാലോ A ആണോ B ആണോ C ആണോ എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വായിച്ച് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും ചെയ്യില്ല. നമ്മൾ ലാസ്റ്റ് 4 ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. 22-ാം തീയതി എക്സാം. അപ്പോൾ ഇവിടെ ഓൾറെഡി തിങ്കൾ ചൊവ്വ ലീവാണ്. പിന്നെ ഇനിയിപ്പോൾ ശനി ഞായറുണ്ട്, തിങ്കൾ ചൊവ്വയുണ്ട്, ബുധനാഴ്ചയാണ് എക്സാം. അപ്പോൾ 300 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതുവരെ തൊട്ട് നോക്കിയിട്ടില്ല. ബുക്കൊക്കെ ഉണ്ട് വലിയ കാര്യമായിട്ട്. പക്ഷേ ബുക്കിലൊക്കെ ഉള്ളതെന്ന് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്കതൊന്നും വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുന്തം പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം ഒരുവിധം മനസ്സിലാവും, പക്ഷെ പുതിയ വേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം നേരം ഇരുന്നിട്ട് മിസ്സ് ഇങ്ങനെ പറയുമ്പോൾ ഓരോ കഥ പോലെ മിസ്സ് പറയും. നമ്മൾ ഈ ബുക്കിൽ ഇങ്ങനെ നോക്കിയിട്ട് പുതിയ ഇത് കാണുമ്പോൾ നമ്മളപ്പം തന്നെ ഫോൺ എടുക്കുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, നോക്കുന്നു. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളത് വായിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കാനാണ് പാട്. വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇതാണോ ഇവർ ഉദ്ദേശിക്കണേന്ന് നമുക്ക് തോന്നും. സിമ്പിളാണ്, പക്ഷേ ജർമ്മനിലായതുകൊണ്ട് നമുക്കത് ടഫായിട്ട് തോന്നും. അങ്ങനെ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത പരിപാടിക്ക് പോകാം. പിന്നെ ചോദിച്ചത് നമ്മൾ പൈസ അടയ്ക്കണമെന്നുള്ളത് ചോദിച്ചല്ലോ. 2ാമത് എക്സാം എഴുതുമ്പോൾ നമ്മൾ പൈസ അടയ്ക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര മോഡ്യൂളിന് എഴുതുന്നുണ്ട് അതിനുള്ള എമൗണ്ടും നമ്മൾ അടയ്ക്കണം, ഫീസ് അടയ്ക്കണം നമ്മൾ ഓരോ മോഡ്യൂളിന്. പ്ലസ് എക്സാമിന് ഒരു ചാർജ് ഉണ്ട്. ഓരോ വട്ടം നമ്മൾ എക്സാം എഴുതുമ്പോൾ, നാട്ടിലുണ്ടല്ലോ ഓരോ വട്ടം എക്സാം എഴുതുമ്പോൾ നമ്മൾ പൈസ അടയ്ക്കണത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഓരോ വട്ടം എക്സാം എഴുതുമ്പോൾ 100-110 യൂറോ വരും, അതും നമ്മൾ അടയ്ക്കണം. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഞാനും ഇസബെല്ലും ആണ് ഇതുപോലെ സ്പൗസ് വിസയിൽ വന്നിട്ട് പഠിക്കുന്ന ആൾക്കാരുള്ളത്. ബാക്കി എല്ലാ റെഫ്യൂജീസാണ്. അപ്പോൾ അത് കാരണം അവരുടെ കാര്യമെല്ലാം നോക്കുന്നത് ജോബ് സെൻ്ററാണ്, പൈസ കൊടുക്കുന്നതെല്ലാം. അവർക്ക് 1-2 വട്ടമൊക്കെ എഴുതാൻ പറ്റും. അത് കാരണം അവർക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നോക്കിക്കോളും. ഇപ്പോൾ സ്പൗസ് വിസയിൽ വന്നിട്ട് ആയിട്ട് 2ാമത് നമ്മൾ ഓരോ മോഡ്യൂൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ മോഡ്യൂളിനും നമ്മൾ പൈസ അടയ്ക്കേണ്ടി വരും കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. എൻ്റെ ബാൽക്കണിയുടെ ഒക്കെ ഒരു കോലം കണ്ട, സമ്മറായതിൻ്റെ ഇതായിട്ട് ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി മണ്ണൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എക്സാം എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി ശരിയാക്കാൻ. ഞാനിവിടെ മല്ലിയൊക്കെ നട്ടിട്ടുണ്ട്, വരുമോ എന്നറിയില്ല, കാത്തിരിക്കാം പ്രതീക്ഷയോടെ. ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരമല്ല 5 മണിക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. പക്ഷെ ഇപ്പോൾ സമയം 12 മണിയായിട്ടുള്ളൂ. വൈകുന്നേരം വരെ ഇങ്ങനെയൊന്നും ഇരിക്കുന്നില്ല കേട്ടോ, നല്ല വെയിലാണ്, 25-27 ഡിഗ്രി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ പോയിന്ന് വരും. നമുക്ക് ക്ലാസ്സിൽ മിററൊക്കെ ഉണ്ട്, അവിടെ വാഷ് ബേസിനും മിററൊക്കെ ഉണ്ട് ബാത്റൂമിൽ. നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ, അല്ലെങ്കിൽ ലിഫ്റ്റിലായാലും ഇതുണ്ട്, മിററുണ്ട്.
അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്ന് സെറ്റായി. ഒരു ഹെയർ ബാൻഡ് തന്നെ വെച്ചു. നമുക്ക് മുടിയൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, എനിക്ക് കെട്ടാനൊന്നും അറിയില്ലാത്ത കാരണം. ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ പോണത്. ഇപ്പോൾ ടൈം 12:30 ആവാറായി. 12:30 ആവാറായി. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പം നമ്മളങ്ങനെ ഇറങ്ങി. Isabel, hier. Das ist eine Foto, nicht? Eine Video. അപ്പം ഞങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ കാറുണ്ട്, അങ്ങനെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാവരും പോയി. ലാസ്റ്റ് ഞാനും മിസ്സും ഞങ്ങളുടെ ഒരു അമ്മൂമ്മയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോണത്. പക്ഷേ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു. ഞാൻ വ്ളോഗ് എടുക്കണതിൻ്റെ ഇടയിലും മിസ്സും തിരക്കിലായി പോയി. ഞങ്ങൾ കാറിൻ്റെ ഡിക്കി അടയ്ക്കാൻ മറന്നു പോയായിരുന്നു ഒന്ന് ചെറുതായിട്ട്. ഇടയിൽ വെച്ച് ഞങ്ങളെ പോലീസ് ഒന്ന് പിടിച്ചായിരുന്നു. Ich bin bis hierhin mit offenem Kofferraum gefahren. Auf einmal hält mich die Polizei hier vorne an. Ich bin schon angekommen. Tut mir leid, ich hab's nicht bemerkt. Aha, ich habe das gesehen, oh meine Gute. അപ്പോൾ ഈ കാണുന്ന 2 പേരാണ് ഞങ്ങളുടെ മിസ്സുമാർ കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ മിസ്സുമാർക്ക് പൂവും പിന്നെ അതുപോലെ സമ്മാനവും ഞങ്ങളുടെ സ്നേഹവും എല്ലാം നൽകുകയാണ്. പിന്നെ നമ്മളിവിടെ മിസ് എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അവരെ ഞങ്ങൾ പേര് തന്നെയാണ് വിളിക്കാറ്. രണ്ടും നല്ല അടിപൊളി മിസ്സാട്ടോ. Zusammen? Ja, machen Ja, gerne. Genau. Achso, du kannst ja. Wartet. Machen Sie ein Foto. Foto. Warte, ich mache ein Foto. അപ്പം ഞങ്ങൾ ഇവിടെ ബ്രിമണിലുള്ള പൗളാനാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയേട്ടാ. അവിടുത്തെ വൈബൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഒരു ലേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്കൊക്കെ നോക്കിയിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു. Ich kann das nicht. Ich hab das bestimmt. Ist das ein Lied? Ja. Weizenbier. Nein, das ist Weizen. Das ist weiß. Das ist andere. Das ist extra aus. Das ist dunkel. Granatapfel. Dunkel. Dunkelweiß. Warte, wie schon steht? Einmal Granatapfel. Monika, Noch was. Extra Werbung hier noch. Also Hühnchen gibt auch, das ist aber etwas teurer. Das kostet bei Pfund. Das habe ich gedacht. Wie zapal. Spray Art, Abstraktion, bunte Energie, Elite Kalligrafie, Gold. Ukraine und die Name. So auch hier, wir haben ja, das Schweinekatze. Salat. Nein, ich weiß nicht. Nein, echt nicht mehr. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പാർട്ടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. വൈകുന്നേരം ഒരു 10 മണി വരെ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊരു 9 മണിയായപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങി തുടങ്ങി. അത്യാവശ്യം നേരം വൈകിയല്ലോ. അപ്പോൾ ഞാനും ഇസബലും പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ. Ja, gesungen. Ja, wir haben richtig deutsche
typisch deutsche Lieder gehört. Weil niemand hat das gemacht und alle Leute haben mir gesehen. Kein Problem, aber wir, ich muss. wir müssen bezahlen. Genau. Und Die schlechten Gerichte, wir müssen bezahlen. Ab so, deshalb, wir müssen beschweren auch, ne? ja, ich denke das. Ja.